പോന്ന് വിചാരിച്ചിട്ട് പോകുന്നുമില്ല. ആ മോനോട് എന്തോ ഒരു സ്നേഹം. എന്റെ മേലെ 2 കണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോ കണ്ണും പിടിച്ചെന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അതെ, കണ്ണ് ഇടയ്ക്കിടയ്ക്കൊന്ന് അടയ്ക്കുന്നത് നല്ലതാ. 5 മിനിറ്റ് കൂടുമ്പോ കണ്ണടച്ചില്ലെങ്കിലുണ്ടല്ലോ പിന്നെ കണ്ണടയ്ക്കാനേ പറ്റില്ല. അയ്യോ ആണോ? ഇതൊക്കെ നേരത്തെ പറയണ്ടോ കൊച്ചേ? ഓ ഭാഗ്യം, എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നുണ്ട്. വിശ്വസിച്ചോ സില്ലിഗേ? ഗീതമ്മേനെ പറ്റിക്കാൻ എത്ര എളുപ്പമാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. വെറുതെ ഇവിടെ കുത്തിയിരുന്ന സമയം കളഞ്ഞു. ഗീത, നീ ഉറങ്ങാൻ കിടക്കുന്ന സമയം കഴിഞ്ഞല്ലോ, നീ ഉറങ്ങുന്നില്ലേ? ഞാൻ ഉറങ്ങിക്കോളാം, ഇച്ചാകുമ്പോ ഉറങ്ങിക്കോ. പപ്പേ, ഗീതമ്മയ്ക്ക് ഉറക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ ബണ്ണി പറഞ്ഞോണ്ട് എന്നെ നോക്കിയിരിക്കുക. നീ വേഗം വിളിച്ചോണ്ട് പോവും. പോയി കിടന്നുറങ്ങാം. അല്ല അത് മോളെ റൂമിലേക്ക് വയ്ക്കും. എന്തേലും കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പോക്കാണോ എന്തോ? ബണ്ണി ഉറങ്ങിക്കാണോ? ഉറങ്ങിക്കാണേ. ഇവൻ ഉറക്കവില്ലേ? ബണ്ണി ഉറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കിടന്നാലോ? വേണ്ട വേണ്ട, നീ കിടന്ന ഞാൻ ഉറങ്ങിപ്പോയാലോ? ഉറങ്ങിയോ? ഉറങ്ങി ഉറങ്ങി ഉറങ്ങി. യെസ്. സ്വന്തമായിട്ടും എന്താ ഇവിടെ? ഈ വീട്ടിലുള്ള ആർക്കും ഉറക്കമില്ലേ? ഞാൻ ഇനി നേരെ ഡോർ വഴി പോയി സ്വന്തമായിട്ടും കാണില്ലേ? കണ്ട ഇപ്പൊ എന്താ? കണ്ട പെണ്ണോട് പറഞ്ഞു കൊടുത്താലോ? അല്ല വേണ്ട, കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആകാം. ചാനല് ചാടാ. ഇതെല്ലാം ഇതിനപ്പുറം ചാടിക്കടന്നവളാണ് ഈ DDP. വിചാരിക്കുന്ന അത്ര ഇല്ലെന്ന് തോന്നുന്നു. വീണയിലെല്ലാം പറ്റുമോ? ഒരുക്ക് ശരീരം വാടില്ലടാ, അല്ല വീടില്ലടാ. അതെന്താ ഒരു പടക്കം പൊട്ടണ സൗണ്ട്? എന്താണ്? വല്ല കുരുത്തക്കേടും കാണിച്ചോ? ഇവിടെയെങ്കിലും കിടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ നീ അവിടെ കിടക്കുന്നേ? അയ്യോ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. കാറ്റ് പോയോ? ഇതാണേ. എന്താ പണി? ഇതെന്തിന്റെ കുഞ്ഞാണോ എന്തോ? ഇവിടെ എന്തെടുക്കുവാ? അതെ, ഞാൻ ജസ്റ്റ് പുല്ലൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്നതാ. ആഹാ, എന്നിട്ട് ടെസ്റ്റ് ചെയ്തോ? പിന്നെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിടന്ന് കുഞ്ഞു കളിക്കാതെ എണീറ്റ് മാടി. അങ്ങനെ ചുമ്മാതൊന്നും എനിക്ക് വരാൻ പറ്റത്തില്ല. അല്ലടി, ഇനി നിന്നെ ഞാൻ കൊട്ടും കറിവൊക്കെ ആയിട്ട് ആനയിച്ച് എണീപ്പിക്കാം. അതെ, വിരോധമില്ല. എന്നെ റൂം വരെ കൊണ്ടോ? എന്താ? വിരോധം ഇല്ലെങ്കിൽ എന്നെ റൂം വരെ ഒന്ന് കൊണ്ടുപോകാവോ? പതുക്കെ പതുക്കെ ഓടയിരുത്. അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുക. നിനക്ക് എന്തിന്റെ സൂക്കേടാ? ഞാൻ നിന്നോട് മര്യാദയ്ക്ക് അടങ്ങിയിരിക്കാൻ പറഞ്ഞതല്ലേ? അതൊക്കെ നീ പറഞ്ഞതാ, പക്ഷെ എന്നാ ചെയ്യാനാ ബണ്ണി? എന്റെ ഞരമ്പിലൂടെ ബ്ലഡ് സെൽസിനേക്കാളും കൂടുതൽ ഒഴുകുന്ന ക്യൂരിയോസിറ്റിയാ. ഇനി ഈ ക്യൂരിയോസിറ്റി ഞാൻ എങ്ങനെ മാറ്റുന്നേ? അതോ, ആരുടെയും കയ്യിൽ നിന്ന് 4 കിട്ടുമ്പോ പഠിച്ചോളൂ. ഓ
വയറ് നന്നായി വേദനിക്കുന്നു. ഒരു കുഴപ്പമില്ല, അനുഭവിച്ച കേട്ടോ. ഇതാണ് മുതിർന്നവർ പറയുന്നത്, കേൾക്കണം കേൾക്കണം എന്ന് പറയുന്നത്. ഓ, ഒരു മുതുക്കാൻ വന്നേക്കുന്നു. അവിടെ ഇരിക്കും, ഞാൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തോണ്ട് വരാം, എന്നിട്ട് മരുന്ന് വെച്ച് തരാം. അതൊന്നും വേണ്ട, ഞാൻ ദുഷുവിനെ കൊണ്ട് ചെയ്യിച്ചോളാം. ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ അവനാരാ നിന്റെ? ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ ബണ്ണി ആരാ എന്റെ? നിന്റെ അമ്മായിയുടെ മോൻ. എന്റെ അമ്മായിനെ വിളിച്ചോണ്ടല്ലോ. ഓ, ഞാൻ തെറി വിളിച്ചതല്ല, കാര്യം പറഞ്ഞതാ. നിന്റെ അമ്മായി ആരാ? എന്റെ അമ്മയല്ലേ? അതെല്ലോ. അവരുടെ മോനാരാ? ഞാനല്ലേ? അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഓ, ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല, സോറി. നിന്റെ പേട്ട് സോറി ഒതുക്കി മടക്കി കൈ വെച്ചു. ഇനി ആവശ്യം വന്നാലോ? കഴിഞ്ഞു. ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇവൾക്ക് സൗന്ദര്യം കൂടിയോ? ചുണ്ടിന്റെ നിറം കൂടി. ഇനി എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല, ഇങ്ങനെ ഞങ്ങും പോകുന്നില്ല, ഞാൻ മടുത്തു. ഇതിപ്പോൾ അക്സ എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാ. എനിക്ക് എടുത്തുചാട്ടം കൂടുമ്പോൾ അക്സ എന്നെ നിയന്ത്രിക്കാറ്. ഓ, എന്നാ ഇനി ഞാൻ നിന്നെ നിയന്ത്രിക്കാം. എന്റെ നിയന്ത്രണം എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഞാൻ എങ്ങോട്ടും പോകത്തില്ല. ചന്തു, ഇവിടെ കിടന്നുറങ്ങാതെ ഏതെങ്കിലും റൂമിൽ പോയി കിടന്നുറങ്ങടാ. ഞാൻ കിടന്നോളാം, നീ പോകാൻ നോക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി. നീ എപ്പോഴാ വന്നത്? ഇന്നലെ വന്നതാ. ചേച്ചിക്ക് പനിയായതുകൊണ്ട് ട്രിപ്പ് നടത്തി വന്നതാണെന്ന് ഞാൻ അറിഞ്ഞു. അതാ ഞാൻ കാണാൻ വരാത്തെ. റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. ഇതെന്തുവാ എല്ലാം ദേഷ്യം ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ഈ ചായ ചന്തുവിന് കൊടുത്തേക്ക്. ആന്റി, എനിക്കൊരു ചായ. ഇന്നത്തെ ഹൻസി, നീ കമ്പനിയിൽ പോയില്ലേ? എന്നെ ലീവെടുത്തു. ചന്തു പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. ഓഹോ, അപ്പൊ ട്രിപ്പ് തന്നെ. എന്താ പോകുന്ന ട്രിപ്പ്? എത്ര ദിവസത്തേക്കാണോ ആവോ? വൺ ഡേ ട്രിപ്പ് ആന്റി. രാത്രിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങ് വരില്ലേ? നീ വന്നോ? നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ, കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ആടാ. ഇതാ ചായ. താങ്ക് യു. എനിക്കില്ലേ? നിന്റെ ചായ കിച്ചൺ. താങ്ക് യു. എടാ, അത് എന്റെയാ. ഞാനത് കുടിച്ചതാ. ഇറ്റ്സ് ഓക്കേ. ധനയല്ലേ? നമുക്കൊന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. നമ്മൾ എന്തിനാ പരിചയപ്പെടുന്നത്? വെറുതെ. You are a funny girl, right? No, I am Bunny's girl. ഫണ്ണി girl? എന്നെ കണ്ട് അങ്ങനെ തോന്നുന്നു. ചായ. നീ എന്തിനാ ഇതും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ അവിടെ വന്ന് കുടിച്ചോളുമായിരുന്നല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും പോകുവാണോ? അതെ. എവിടെയാ? നീ അറിയണ്ട. ആരെങ്കിലും നിങ്ങൾ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഇവിടെ ആരും നിന്നോട് ഞാൻ എവിടെ പോയെന്ന് ചോദിക്കില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ എവിടെ പോകുന്നുവെന്നും വരുന്നുവെന്നും. എന്റെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ചാലോ? ദാറ്റ്സ് സിമ്പിൾ. കമ്പനിയിൽ പോയി എന്ന് പറയണം. നിങ്ങൾക്ക് എന്താ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? ആ പെണ്ണിന്റെ കൂടെ ലോകം ചുറ്റാൻ പോകുവാണെന്ന്.
ഹണിമൂൺ ട്രിപ്പിന് പോയപ്പോൾ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് അവളെയും വിളിച്ചുകൊണ്ട് പോകുമായിരിക്കും അല്ലേ? ഇപ്പോൾ പറഞ്ഞത് ഇനിയും പറയാൻ നിന്റെ നാവ് പൊന്തിയാൽ. നീ പറയുന്നതെല്ലാം കേട്ട് സഹിച്ചു നിൽക്കാൻ ഞാൻ നിന്റെ പപ്പറ്റല്ല. നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം, ബിക്കോസ് ഐ എം ഡിസേർവ് ദാറ്റ്. പക്ഷെ എന്നെ നീ കുത്തി നോവിക്കുമ്പോൾ അതിൽ ഒരു തെറ്റും ചെയ്യാത്തവരെ ഉൾപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും. അത് ചിലപ്പോൾ നിനക്ക് വേദന ഉണ്ടാക്കിയെന്നും വരും. നിന്റെ വായിൽ നിന്ന് ഇത്രയും തരം താഴ്ന്ന ഒരു വർത്തമാനം വരുമെന്ന് ഞാൻ കരുതിയില്ല. എടാ പോകാം. പോകാം. ബണ്ണി പോകാം. എവിടേക്ക്? ദുഷുവിന്റെ വീട്ടിലേക്ക്. എങ്ങോട്ടും പോകുന്നില്ല. മോള് കോളേജിലേക്ക് പോകാൻ നോക്ക്. ഇനി എന്തിനാ ഞാൻ കോളേജിലേക്ക് പോകുന്നത്? ക്ലാസ് ഒക്കെ തീർന്നു ബണ്ണി, ഇനി എക്സാം ഒക്കെ ഉള്ളൂ. എന്നാൽ അകത്ത് പോയിരുന്നു പഠിച്ചു. This is cheating. നീയല്ലേ എന്നോട് പറഞ്ഞത് എനിക്ക് പോകേണ്ടടുത്തൊക്കെ കൂടെ വരാമെന്ന്? ആവശ്യമുള്ളിടത്ത് മാത്രം വരാം. അനാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ വരില്ല. ഇത് ആവശ്യത്തിന് തന്നെയാ. അകത്ത് കയറി പോയിക്കോ. പോ, ഞാൻ പോട്ടെ. ഇല്ല, എന്നെ എങ്ങും കൊണ്ടുപോയില്ലെങ്കിൽ നിന്നെ എങ്ങും പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായി കാണിക്കുന്നത്? എന്നെ ഓരോ എപ്പിസോഡിൽ എടുത്തോണ്ട് പോകാമെന്ന് നീ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? നിന്റെ വൺ സൈഡ് ലവ് സക്സസ് ആവൂലടാ പട്ടി. എനിക്കറിയാം നിനക്ക് ഹൻസി ഇഷ്ടമാണെന്ന്. നിന്നോട് ഇതാരാ പറഞ്ഞത്? ചന്തുവോ അതോ ഹൻസിയോ? ആരും പറഞ്ഞതല്ല. നിങ്ങൾ രണ്ടുപേരുടെ നോട്ടം കാണുമ്പോഴേ മനസ്സിലാവും. ഹൻസി നിന്നെ റിജക്ട് ചെയ്ത് കാണുമല്ലേ? അപ്പോൾ അതെ. അയ്യോ, അങ്ങനെ തന്നെ വേണോടാ. എന്നാലും നിനക്ക് ചേച്ചിമാരോടാണോ ഇഷ്ടം? ഒരു വെറൈറ്റിക്ക് ആന്റിമാരെ നോക്കിക്കൂടായിരുന്നോ? ഞാൻ നിർത്തൂല. നീ എന്റെ കൂടെ ബോഡി ഗാർഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ വരുമെങ്കിൽ ഞാൻ നിർത്താം. ഞാൻ ആ ഹൻസി സെറ്റാക്കാൻ ഐഡിയയും പറഞ്ഞു തരാം. വേണ്ട, എനിക്കിപ്പോ അവളോട് ഫീലിങ്സ് ഒന്നുമില്ല. അവള് പറഞ്ഞത് ശരിയാ. എന്താ അവള് പറഞ്ഞത്? കാറിൽ കയറ്. അതാണോ അവള് പറഞ്ഞത്? ബണ്ണി, ഏത് ലവ് ചെയ്യുന്നതിന് ഒരു തടസ്സമേ അല്ല. എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയങ്ക ചോപ്രയും നിക് ജോനാസും. ഏജ് മാത്രല്ലല്ലോ, മനപ്പൊരുത്തം വേണ്ടേ? അതെ, എന്ത് പറഞ്ഞാ റിജക്ട് ചെയ്തത്? Because of my pro look. Pro look? Yeah, I'm too handsome. ഞാൻ അവിടെ ജലസടിപ്പിക്കാൻ നോക്കിയായിരുന്നു. ആഹാ. എന്തിനാ കാറ് നിർത്തിയത്? നോക്കിക്കേ. അതാരാ? അറിയില്ല. നീങ്ങ വന്നേ, വേഗം അകത്ത് കയറ്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നോ? അവര് നിന്നെ അന്വേഷിച്ച് വന്നതാ, വിത്ത് ഫോട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് അവരാണെന്നാ. ഇന്നലെ പോയില്ലേ നമ്മള് അവിടുത്തെ ആൾക്കാർ. പക്ഷെ അവരെങ്ങനെ ഇത്ര കറക്റ്റായി നിന്നെ കണ്ടുപിടിച്ചതെന്നാ? അത് നിങ്ങളെന്നെ വഴക്ക് പറയില്ലെങ്കിൽ ഞാൻ പറയാം. ഈ ഇടപാടിന്റെ തലവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഇന്നലെ ക്യാമറയുടെ മുന്നിൽ നിന്ന് മാസ്ക് ഒരു കാണിച്ചു. വാ, നീ വന്നേ. ഞാൻ വരത്തില്ല. നീ എന്തേലും ചെയ്യും. ഞാൻ ഒന്നും ചെയ്യത്തില്ല. തലോടത്തി വരും. നീ വന്നേ. ഇങ്ങോട്ട് വാടി. നിന്നോട് ഞാൻ പറഞ്ഞു തരേടി മാസ്ക്. നീ പറഞ്ഞതാ, പക്ഷെ അയാളെ പെട്ടെന്ന് കണ്ടുപിടിക്കാലോ നോക്കപ്പോ പെട്ടെന്ന് തോന്നിയ ഐഡിയ. ഇനിയൊക്കെ ഞാൻ എന്തുവാ ചെയ്യണ്ടേ? അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഇതൊന്നുമല്ല. അയ്യോ തല വേണ്ട. ഇനി ഇതുപോലൊന്ന് തങ്ങാൻ വയ്യടി ഞങ്ങൾക്ക്. ഇത് സീരിയസ് മാറ്ററാ. ഞാൻ പറഞ്ഞില്ലേ ആത്മഗുപ്തയെ കുറിച്ച്. അയാൾ എന്നെ പേര് വിളിച്ചു. നീ വല്ല സ്വപ്നവും കണ്ടതാകും. അയ്യോ അല്ല, സത്യമായി വിളിച്ചു. ഞാൻ
ഞാനത് അപ്പോൾ ശ്രദ്ധിച്ചില്ല, പിന്നീടാ ശ്രദ്ധിച്ചത്. അതാരായിരിക്കും? നോ ഐഡിയ. വേറെ എന്തൊക്കെ പറഞ്ഞു ആത്മഗുപ്ത? വേറെ ഐഡന്റിറ്റി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് നിർത്തുമോ? പാർക്കിലോ? ഇന്ന എന്താ അമ്മ? നീ എവിടെയാ? ധനയുണ്ടോ നിന്റെ കൂടെ? ആ ഉണ്ട്. ഇന്ന് ധനയെ അന്വേഷിച്ചൊരു 8-9 പേര് ഇവിടെ വന്നു. മൊത്തം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. അവളെ അറിയില്ലെന്ന് പറഞ്ഞിട്ട് അവര് കേട്ടില്ല. അവസാനം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോയോ വലിയ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്. ആ അമ്മ വെച്ചോ, ഞാൻ നോക്കിക്കോളാം. എന്താ ധന? ധന? എന്താ ബണ്ണി? ഒന്നുമില്ല, നമ്മൾ നടന്ന് ഒത്തിരി ആയില്ലേ, തിരിച്ചു പോകാം ഇനി. ധന റൺ. എന്തിനാ? മിണ്ടാതെ ഓൾറെഡി. കൂട്ടം നീതാൻ പെൺപനി മൂട്ടം നീതാൻ മകനെ തോട്ടം നീതാനേ നീതാൻ നിലവ് പെത്ത മകൾ. നമ്മളെന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എന്താ ബണ്ണി? ഒച്ച വെക്കല്ലേ. നിന്റെ ഫേസ് അയാളെ കാണിക്കാൻ നിന്റെ ഇടവക അയാളെ പോയാ നോക്കിക്കേ. ബണ്ണി അതാരാ? നിങ്ങളുടെ ചൈനാവൻ മുതൽ പോലെ എന്റെ മുന്നിൽ നിന്ന് ഞാനെങ്ങനെ കാണാനാ? Hey, you guys. പട്ടിത്തിന്റെ ബണ്ണി, നീ എന്തിനാ ഉമ്മ വെച്ചത്? നിന്റെ മുഖം കാണാതിരിക്കാനല്ല ഞാൻ അങ്ങനെ ചെയ്തത്. അതാരാ? നിന്റെ കൊല്ലം വേണ്ടി നടക്കുന്നവര് ഓരോ സ്ഥലത്തും ചേർന്ന് പണി ഇറന്ന് വാങ്ങുന്നില്ലേ? പിന്നെ എന്റെ വീട്ടിൽ വരെ ആൾക്കാർ വന്നു തുടങ്ങി. ഇന്നത്തെ പ്രയാണമൊക്കെ കഴിഞ്ഞു, നീ കാറിനകത്തേക്ക് കയറിയിരുന്നു. ഇവൻ പോയില്ലേ? ഇവൻ എന്റെ കൈക്ക് പണി ഉണ്ടാക്കും. Cette poche appartient à cette fille. Elle l'a perdue de sa main. Ah, the person. Ah, merci. ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് അമ്മ അറിയാതെ എന്നെ വീട്ടിനകത്തേക്ക് ഒന്ന് കയറ്റിത്താ. അത് പിന്നെ ഞാൻ ഏറ്റു. ഇന്ന് ട്രിപ്പ് കഴിഞ്ഞ് വരുന്നത് പതിവില് നേരത്തെയാണല്ലോ. അത് പിന്നെ ആന്റി, ഇവനിപ്പോ നോക്കിയിരിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ ആയില്ല, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇങ്ങ് വന്നേ ഉള്ളൂ. എന്നാ നീ പോയി കിടന്നോടാ, ഞാൻ പോകുക. ഒന്ന് നിന്നേ, നിന്റെ കണ്ണെന്നോടാ സംബന്ധിരിക്കുന്നേ? അതാന്റി, അവന്റെ തലവേദനയാ. തലവേദന എവിടെ നോക്കട്ടെ? അത് ഇപ്പൊ കുഴപ്പമില്ല ആന്റി, തലവേദനയുടെ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. നീ പോയി കിടന്നോടാ. ചന്ദ്രന, ഗുഡ് നൈറ്റ്. നീ ഇനി രാത്രി എങ്ങോട്ടാ ഹൻസി? ഇന്നിനിയിപ്പോ എങ്ങും പോവാ, ഇവിടെ സ്റ്റേ ചെയ്തോ? ഓക്കെ, താങ്ക്സ് ആന്റി. ചന്ദ്രേട്ടാ, എന്താ? എന്ന് ഞാൻ പറഞ്ഞത് സോറി, ഞാൻ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ. ദേഷ്യം വരുമ്പോ വായി തോന്നി എന്തും വിളിച്ച് പറയാമോ? അത് ഞാൻ അപ്പോൾ ഓർത്തില്ല. ചന്ദ്രേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്താ? മാറി നിൽക്ക്, ഓടരുത് നിങ്ങൾ എന്നെ. തൊട്ടാ നീ എന്ത് ചെയ്യും?
പോയത് പണി എന്നെ കൂടെ കൊണ്ടുപോകും, എന്നെ കൂടെ കൊണ്ടുപോകും.